റോമാലേഖനം 12 അധ്യായത്തിൽ 10-ാമത്തെ വാക്യം എന്താ പറയണത്? റോമാലേഖനം 12:10. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. ഒരു ദിവസം ഒരു മത്സരമാണ്, ബഹുമാനിക്കുന്നതിനുള്ള മത്സരമാണ്. വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു മത്സരം വെച്ചിരിക്കുകയാണ്. ആരാണ് കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത്, അതിനാണ് സമ്മാനം സ്വർഗത്തിലുള്ളൂ. അപ്പോൾ എവരി ഡേ ഇതൊരു മത്സരമാണ്. വീട്ടിലും നാട്ടിലും മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ കൂടുതൽ ബഹുമാനിക്കുന്നതിൽ 1-ാം സ്ഥാനത്തെത്തണം, സ്നേഹിക്കുന്നതിൽ 1-ാം സ്ഥാനത്തെത്തണം. ഞാൻ നിങ്ങളോട് സൂത്രം പറഞ്ഞുതരാം, നിങ്ങൾക്കങ്ങനെ കഴിയുകയില്ല. കാരണം എന്താ? യുവജന മതബോധന ഗ്രന്ഥം 290, യുവജന മതബോധന ഗ്രന്ഥം 290 പറഞ്ഞിങ്ങനെയാണ്: the more we sin, the more we become incapable of loving others. നാം എത്ര കൂടുതലായി പാപം ചെയ്യുന്നുവോ അത്ര കൂടുതലായി സ്നേഹിക്കാൻ കഴിവില്ലാത്തവരായി മാറുന്നു. നാം ഓരോ പാപം ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു നിക്ഷേപമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, സ്നേഹിക്കാനുള്ള കഴിവ്. ഈ പാപമെല്ലാം കുമ്പസാരിക്കാതെ പാപമെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ അത്ര എളുപ്പമല്ല. വി കനോട്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എത്ര കൂടുതലായി പാപമുള്ളവരാണോ അത്രയും നമ്മൾ സ്നേഹിക്കാൻ കഴിവില്ലാത്തവരാണ്. മറ്റുള്ളവരിലേക്ക് വികസിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവരായി നമ്മൾ മാറുന്നു. ഉദാഹരണത്തിന് ഒരു തരിശ് ഭൂമി എന്ന് പറഞ്ഞാൽ ഡെസർട്ട് ലാൻഡ് അല്ലേ, വേസ്റ്റ് ലാൻഡ്. അതിനധികം വിത്തിട്ടാൽ വിത്തിനെ മുളപ്പിക്കാനുള്ള കഴിവ് അതിനില്ല. അതിനാണ് തരിശ് ഭൂമി എന്ന് പറഞ്ഞത്. വിത്തിനെ മുളപ്പിക്കാൻ കഴിവില്ലാത്ത തരിശ് ഭൂമി പോലെയാണ് പാപം ചെയ്ത മനുഷ്യരുടെ ഹൃദയങ്ങൾ. സ്നേഹിക്കാൻ കഴിവില്ലാത്ത ഹൃദയങ്ങളാണ്. പിന്നെ എനിക്കത്ര കിട്ടി, എന്നെ പരിഗണിക്കുന്നുണ്ടോ, എന്നെ വിളിച്ചോ, ഇത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. പക്ഷെ ഇത് ശരിയല്ല, ഇതൊരു ശല്യമാണല്ലോ എന്ന് മറ്റുള്ളവരുടെ ഓരോ കുറവുകളും കുറ്റങ്ങളും വരുമ്പോൾ നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സിസ്റ്റർ നതാലിയോട് ഈശോ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: നീ സാത്താനെ പോലും വെറുക്കരുത്, ശപിക്കരുത്. ഒരു ദിവസം സാത്താൻ വന്നിട്ട് എന്ത് ചെയ്തു? ഫൗസ്റ്റീനോട് പറഞ്ഞു, ഫൗസ്റ്റീനെ എന്നെ കുറച്ച് ശപിക്കാൻ പറഞ്ഞു. ഉടനെ ഫൗസ്റ്റീന പറഞ്ഞു, അതിപ്പോൾ ഞാൻ നിന്നെ ശപിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലാതെ തന്നെ നീ ഒരുപാട് ശപിക്കപ്പെട്ടവനായി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാനായിട്ട് എന്തിനാ നിന്നെ ശപിക്കണമെന്ന് ചോദിച്ചു. അല്ല, നിന്നെ ശപിക്കാൻ ഞാനിപ്പോൾ ആരാ? ഉടനെ പറഞ്ഞു, നോ നീ എന്നെ ശപിക്ക്, ഞാനത് അർഹിക്കുന്നവനാണ്, നീ എന്നെ ശപിച്ചോളാൻ പറഞ്ഞു. ഫൗസ്റ്റീന ശപിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഫൗസ്റ്റീന ശപിച്ചാൽ അപ്പം തന്നെ ഈശോയെ മുറിപ്പെടുത്താൻ ഇവന് പറ്റും. ഹല്ലേലൂയ. നമ്മൾ എത്ര വെറുപ്പുള്ള, എത്ര വലിയ കൊടിയ ശത്രുവായാലും നമ്മൾ വെറുപ്പോടെ ഇരുന്നാൽ സാത്താൻ അത് കാണിച്ച് ഈശോയുടെ ഹൃദയത്തിൽ നമ്മൾ ഏൽപ്പിക്കുന്ന മുറിവാണ്. ഈശോയുടെ ഹൃദയത്തിന് ഏൽപ്പിക്കുന്ന മുറിവ്. വായിച്ചു നോക്കിയേ, വിശുദ്ധ ഫൗസ്റ്റീൻ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ ഒരു ഭാഗമുണ്ട്, പിശാചിനെ പോലും ശപിക്കരുത്. വായിച്ചത് എല്ലാവരും ചേർന്ന് വായിച്ചോ. ഒരിക്കൽ സാത്താൻ ഇപ്രകാരം എന്നെ പ്രോത്സാഹിപ്പിച്ചു, എന്നെ ശപിക്കുക എന്ന് ഞാൻ ചോദിച്ചു. നീ വെറുപ്പ് പ്രകടിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതുവഴി എനിക്ക് ഈശോയ്ക്ക് പ്രഹരമേൽപ്പിക്കാൻ കഴിയും. അപ്പം നമ്മൾ വെറുപ്പ് പ്രകടിപ്പിക്കുക, ഇറിറ്റേഷൻ കാണിക്കുക, അസംതൃപ്തി കാണിക്കുക, നമ്മൾ മുഖം വീർപ്പിച്ചിരിക്കുക, പിണങ്ങിയിരിക്കുക, മുറി കയറി വാതിലടച്ചിരിക്കുക, ഊണ് കഴിക്കാതെ കടന്നുറങ്ങുക, പറഞ്ഞ അനുസരിക്കാതിരിക്കുക, ബഹുമാനിക്കാതിരിക്കുക, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലെ സ്നേഹരാഹിത്യമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹമല്ല വർദ്ധിക്കുന്നത്, സ്നേഹരാഹിത്യമാണ് വർദ്ധിക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ സുഖം കുറേ ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഈശോയുടെ സന്നിധി നമുക്ക് നല്ല വില കിട്ടും. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയി കാറ്റുകൊണ്ടിരിക്കാം അല്ലേ? അപ്പം എന്താ? സ്നേഹമല്ല, സ്വന്തം സുഖമാണ് നമ്മൾ അന്വേഷിക്കുന്നത്.
ഇപ്പം നിങ്ങൾ ഇവിടെ വന്നിരിക്കും, ഇതെന്നിരിക്കുമ്പോൾ നിങ്ങളുടെ വിചാരം എങ്ങനെയാണെന്ന് വിചാരിക്കുക, നിങ്ങൾ മുമ്പിൽ ഇരുന്നാലാണ് വട്ടാരച്ചൻ അടുത്തിരിക്കുമ്പോൾ കുറേ ആളുകൾ അച്ഛനൊരു സപ്പോർട്ടാണ്. അവിടെ മുൻവശം ശൂന്യമായിരുന്നാൽ അച്ഛനൊരു വിഷമാവും, അച്ഛനൊരു സന്തോഷം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളൊന്നിരിക്കുമ്പോഴോ അത് സ്നേഹം പരിശീലിക്കുകയാണ്. അവരൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും നടുവേദന ക്ഷീണമുള്ളവരാണ്. ഞാൻ ഇവിടെ ഇരുന്ന് നടുവേദന ക്ഷീണം കാണിച്ചാൽ അച്ഛനൊരു വിഷമാകും. അച്ഛന് വെച്ചാൽ നല്ല ഉഷാറുണ്ടാകട്ടെ, അതുകൊണ്ട് ഞാൻ നല്ല ഉണർവോട്ടിരിക്കും. കാര്യം എനിക്കറിയാം നിങ്ങളിരിക്കുന്നത് പലതും മനസ്സിലാക്കണില്ലെന്നറിയാം. എന്നാലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രോത്സാഹനമല്ലേ. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് സ്നേഹം പരിശീലിക്കുന്നത്. നമുക്ക് നടുവേദന, പുറം വേദന, കാലുവേദന, മുട്ടുവേദന, ചങ്കുവേദന, വയറുവേദന, വിശപ്പ്, ഇങ്ങനെ തുടങ്ങിയ നമുക്ക് എന്ന പരാതി വിഷമം തീർന്നൊരു കാലമുള്ളത്. അതൊക്കെ തീർന്നിട്ട് സ്നേഹിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കിയാൽ ഈ വേദനയുടെ നടുവിൽ സ്നേഹിക്കുന്നതിനാണ് വിലയുള്ളത്. അതിന് ഭയങ്കര വിലയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മൾ ക്യാൻസർ രോഗി ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്നേഹിക്കണം. അതിന് ഈ രോഗം മാറിയിട്ട് ശരിക്കും അങ്ങോട്ട് സ്നേഹിക്കാമെന്ന് വിചാരിക്കും. ഈ പനി മാറിയിട്ട് ഈ പനിയുള്ള സമയത്ത് സ്നേഹിക്കുന്നതിനാണ് വിലയുള്ളത്. ഈ നമ്മൾ ക്ഷീണിച്ച് അവശനായിരിക്കുന്ന സമയത്ത് സ്നേഹിക്കുന്നതിനാണ് വിലയുള്ളത്. അതുകൊണ്ട് ഇനി മാറിയിട്ട് നല്ലൊരു അന്തരീക്ഷം വന്നിട്ട് സ്നേഹിക്കാമെന്ന് വിചാരിക്കരുത്. ഇപ്പം തൊട്ട് സ്നേഹിക്കാൻ തുടങ്ങുന്നവർക്ക് വിജയം കിട്ടും. ആർ യു റെഡി? ആർ യു റെഡി? നിങ്ങളെ വിട്ട് കളിക്കരുത്. നമ്മൾ ശരിക്കും അതിനകത്ത് ഒരു ഡിസിഷൻ എടുക്കണം. ഇതിനെ അടിസ്ഥാനത്തിൽ ശരിക്കും നമ്മൾ സ്വർഗത്തിൽ പോവുകയില്ല എന്നുള്ളത്. ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു. ഒരു പ്രമാണി വന്ന് ചോദിച്ചു, നിയമത്തിലെ ഏറ്റവും പ്രധാനമായ കൽപ്പന എന്താണ്? അപ്പോൾ ഈശോ പറഞ്ഞു, ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവിനെ മുഴുവൻ ഹൃദയത്തോടും മുഴുവൻ ആത്മാവോടും മുഴുവൻ മനസ്സോട് സ്നേഹിക്കുക, ഇതാണ് ഏറ്റവും പ്രധാനവും പ്രഥമവുമായ കൽപ്പന. എന്നിട്ട് ഉടനെ തന്നെ ഈശോ പറഞ്ഞു, അതുപോലെ തന്നെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അതും ഇതിന് തുല്യം തന്നെ. രണ്ടും തുല്യമാണ്. ദൈവത്തെ ഇപ്പോൾ ദൈവം വന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യമാണ് അടുത്തിരിക്കുന്ന ആളെ സ്നേഹിച്ച് അയാൾക്ക് സൂപ്പൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ അയാൾക്ക് ചെറിയ ചൂടുകഞ്ഞി, പച്ചവെള്ളം വേണമെങ്കിൽ കുടിച്ചോളം പറഞ്ഞു വെക്കാം. അല്ലെങ്കിൽ എന്താ, ചേട്ടൻ ഇപ്പോൾ ധ്യാനമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയല്ലേ, ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കട്ടെ, ഒന്ന് കുളിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്നേഹം അങ്ങോട്ട് ഒഴുകാൻ, ഹൃദയത്തിൽ പ്രകടിപ്പിക്കാത്ത സ്നേഹം പാപമാണ്. സ്നേഹമുണ്ട്, സ്നേഹം എൻ്റെ നിറച്ചിരിക്കുകയാണ്, പക്ഷേ എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. പ്രകടിപ്പിക്കാത്ത സ്നേഹം പാപമാണ്. സ്നേഹം പ്രകടിപ്പിക്കണം. അത് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തും, പിന്നെ തുണി അലക്കി തേച്ച് കൊടുത്തും, ബട്ടൺ എല്ലാം ചെയ്ത് കൊടുത്ത് പ്രകടിപ്പിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 16-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. 1 കൊരിന്തോസ് 16:14. 1 കൊരിന്തോസ് 16:14. നമ്മളിങ്ങനെ പറയുന്നത്, നമ്മുടെ സകല കാര്യങ്ങളും, നമ്മൾ കഞ്ഞി വെച്ചാലും, ഡ്രൈവ് ചെയ്താലും, ധ്യാനത്തിലിരുന്നാലും, പുറത്തേക്ക് പോയാലും, ഡോർ അടച്ചാലും, ഡോറ് തുറന്നാലും, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടെ ചെയ്യുന്നതാണ്. അതിന് മാത്രമാണ് നിലനിൽപ്പുള്ളൂ. വായിച്ചു നോക്കിയേ. 1 കൊരിന്തോസ് 16:14 വായിക്കാം. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ സകല കാര്യങ്ങളും. കുർബാന അർപ്പിച്ചാൽ സ്നേഹത്തോടെ ചെയ്യണം. കമ്മ്യൂണിയൻ പ്ലേറ്റ് പഠിക്കുമ്പോൾ സ്നേഹത്തോടെ ചെയ്യണം. പിന്നെ എന്താണ്, ഒരാൾക്കൊരു സീറ്റ് എന്ത് ചെയ്താലും നിങ്ങൾ സ്നേഹത്തോടെ ചെയ്യുവിൻ. 1 കൊരിന്തോസ് 6-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം. 1 കൊരിന്തോസ് 6-ാം അധ്യായത്തിൽ 7-ാമത്തെ. ഈ സ്നേഹം പരിശീലിച്ചാൽ ഭയങ്കര ഗുണമുണ്ട്. ഞാനൊരു ഗുണം പറഞ്ഞുതരാം. എന്താ ഗുണം എന്നറിയാവോ? ഒരു ദിവസം സെഗിയോൻ ധ്യാനകത്തിന് അടുത്തുള്ളൊരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഈ സ്ഥലം എൻ്റേതാണെന്ന് പറഞ്ഞു. നമ്മൾ 40 ലക്ഷം 50 ലക്ഷത്തിനൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് ഒരു ഏക്കറിന്. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെയാണെന്ന് പറഞ്ഞു. ആദിവാസിയാണ്, നല്ല പണിയായില്ലേ. അപ്പോൾ ന്യായമായിട്ടും നമ്മുടെ ഓഫീസിലുള്ളവർ പോയി സംസാരിച്ചിട്ടൊന്നും, അപ്പോൾ എന്ത് ചെയ്താൽ ഇത് ശരിയാകുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്, ചോദിക്കുന്നവന് കൊടുക്കുക. ഞാൻ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എവിടം വരെ സ്ഥലം വേണ്ടത്, നിനക്ക് ഇച്ചിരി സ്ഥലം വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ, നീ വാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇഷ്ടം പോലെ എടുത്തോളാൻ പറഞ്ഞു. അത് ഇത് ഫുള്ള് വേണോ? ഫുള്ള് വേണ്ട, ഫുള്ളൊന്നുമില്ല, ഫുള്ള് വേണ്ട, അത് അച്ചെടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് പകുതി തരട്ടെ എന്ന് ചോദിച്ചു. പകുതിയും വേണ്ടെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു 1 ഏക്കർ സ്ഥലം 1.5 ഏക്കർ സ്ഥലം മതി. 10-75 ലക്ഷം ഉറുപ്പികകൾ പോവും. നമ്മുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ സ്ഥലമാണ് പോണത്. ഞാൻ പറഞ്ഞു, നീ ആ കമ്പിയും വികാസം എടുത്തുണ്ട് ഇവിടെ, നിനക്ക് എവിടെ വേണ്ട അവിടെ വേലിയിട്ടോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെനിക്ക് ആധാരം ചെയ്തു തരണം എന്ന് പറഞ്ഞു. ഡോക്യുമെൻറ്റ്സ് മുഴുവൻ നമ്മുടെയാണ്.
പുള്ളിയുടെ പേര് പുള്ളിയുടെ ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല. ആധാരം ഞങ്ങൾ പൈസ പുള്ളിയുടെ കയ്യിലില്ല. നമ്മുടെ സ്ഥലം നമ്മൾ പൈസ എടുത്ത് ആധാരം ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു ശരി നമുക്ക് നീ ഡീറ്റെയിൽസ് പറഞ്ഞു. ആധാരം ചെയ്ത് കൊടുത്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അന്ന് തൊട്ട് അന്ന് അപ്പുറത്തെ ഒരു കൽക്കുരിശുമലയുണ്ടല്ലോ, ആ കൽക്കുരിശുമലയുടെ ചേട്ടൻ പറഞ്ഞത് 1 ഇഞ്ച് സ്ഥലം ഇതിൽ നിന്ന് അച്ഛന് തരില്ലെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ മറ്റേ മനുഷ്യൻ്റെ ഹൃദയം ദൈവങ്ങൾ തുറന്നു. ഒരു മല 10-25 ഏക്കർ. ആ മനുഷ്യൻ പറഞ്ഞു അച്ഛനത് എങ്ങനെയെങ്കിലും എടുക്കാതെ നിവൃത്തിയില്ല, എനിക്കാകെ എൻ്റെ മനസ്സിൽ മരിക്കുന്നതിന് വേണ്ടി ഒരു ആഗ്രഹം, ഈ സ്ഥലം അച്ഛനെടുക്കണം. ആ സ്ഥലം ദൈവം ഏൽപ്പിച്ചു തന്നു. അപ്പോൾ നോക്കി ഒരു ഏക്കർ 1.5 ഏക്കർ കൊടുത്തപ്പോഴോ ഇപ്പം നമ്മളവിടെ വഴക്കും കണ്ണും പിടിച്ചു വന്നാലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് സ്നേഹം പരിശീലിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് നല്ല ഉയർച്ചയാണ്. എന്തായാലും സ്നേഹം പരിശീലിക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്തോസ് 6-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. 1 കൊരിന്തോസ് 6:7 എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവും. നമുക്ക് ശരിക്കും നമ്മൾ ആ സ്നേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് വേദനയായിരിക്കും. എന്താ പറയുക, എന്തുകൊണ്ട് നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. വ്യവഹാരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചോദിക്കണ കൊടുത്താൽ വ്യവഹാരം ഇല്ല. നല്ല പണിയായി. അത് മുമ്പ് നമുക്ക് മനസ്സിലാകാത്തൊരു വിഷയമാണത്. നമ്മൾ സ്നേഹത്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പറമ്പെടുക്കാൻ തുടങ്ങിയ വിഷയം മാറും. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് സഹിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ? എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് പുറത്തുകൂടാ? നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ പരാജയമാണ്. അപ്പോൾ എന്താ എൻ്റെ അർത്ഥം? എനിക്ക് എൻ്റെ അപ്പനുണ്ട്, എനിക്കുള്ളത് ഇപ്പോൾ 10 ഏക്കർ കൊടുത്താൽ 50 ഏക്കർ വേറെ എൻ്റെ അപ്പൻ എനിക്ക് തരാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഉറപ്പ് വേണ്ടേ? എൻ്റെ അപ്പൻ്റെ എനിക്ക് ഇഷ്ടം പോലെയുണ്ട്. എൻ്റെ അപ്പൻ റിച്ച് ഫാദർ, മൈ ഫാദർ ഇസ് വെരി റിച്ച്. എൻ്റെ അപ്പൻ്റെ ഇഷ്ടം പോലെയുണ്ട്, നിങ്ങൾ ആവശ്യത്തിന് എടുത്തോളാൻ പറയാനത് സാധിക്കുമോ? വിറയ്ക്കും. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇത് നിങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. ഒന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹം പരിശീലിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു നഷ്ടമില്ലാതെ സ്നേഹം പരിശീലിക്കേണ്ട. നാളെ തന്നെ ഇത് ടെസ്റ്റ് ചെയ്ത് ദൈവം നോക്കും. പറമ്പ് കുറച്ചൊക്കെ എടുത്തുകൊണ്ട് ഒരാൾ, അല്ലെങ്കിൽ കുറച്ച് വളരെ പ്രധാനപ്പെട്ട സാധനമൊക്കെ എടുത്തുകൊണ്ട്, സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് പോകും. ഒരു 2 പവൻ സ്വർണ്ണം ഒരാൾ വന്ന് എടുത്തുകൊണ്ട് പോയി വിചാരിക്കും, എന്ത് ചെയ്യും? അത് വിട്ടിട്ടുള്ള സ്നേഹമൊന്നുമില്ല. അപ്പം എനിക്ക് 10 പവൻ വേറെ തരാൻ ദൈവത്തിന് പറ്റുമെന്ന് വിചാരിക്കണ്ടേ? ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ പോയി എന്ന് വിചാരിക്കും. പോവുകയല്ല, പോയാൽ നമ്മൾ ഒരുപാട് മൾട്ടിപ്ലൈ ആയിട്ട് തിരിച്ചു തരുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന് വിചാരിച്ചാൽ മതി. ദൈവം അത് തിരിച്ചു തരും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കർത്താവെ, വഞ്ചന സഹിക്കാൻ, ദ്രോഹം പൊറുക്കാൻ, ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ, പാപമില്ലാത്തൊരു ഹൃദയം തരണം. അങ്ങനെ വഞ്ചന സഹിക്കുന്നതും ദ്രോഹം പൊറുക്കുന്നതുമായൊരു ഹൃദയം തരണം. സ്നേഹിക്കുന്നൊരു ഹൃദയം തരണം കർത്താവെ. കാണുമ്പോൾ ചിരിക്കുന്നതും കാണുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കൊടുക്കുന്നതൊന്നുമല്ല. വഞ്ചന സഹിക്കുന്ന, ദ്രോഹം പൊറുക്കുന്ന, എല്ലാം വിട്ടുകൊടുക്കുന്ന, കർത്താവിൽ മാത്രം മുറുകെ പിടിക്കുന്ന ഒരു ഹൃദയം തരണം.